നമസ്കാരം. സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രേറ്റ തുൻബർഗും സംഘവും സഞ്ചരിച്ചിരുന്ന ബോട്ടിന് നേർക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായി. വടക്കൻ ആഫ്രിക്കൻ തീരത്ത് കൂടി സഞ്ചരിക്കുന്ന സമയത്താണ് ഇവരുടെ ബോട്ടിന് നേരെ ആക്രമണം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ബോട്ടിന് വലിയ തോതിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകളിലൊക്കെ തന്നെ. ബോട്ട് പൂർണ്ണമായി കത്തി നശിച്ചു എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഗ്രേറ്റ തുൻബർഗും അവരുടെ അനുയായികളും തങ്ങൾക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നും തങ്ങളിപ്പോഴും വളരെ സുഖമായിരിക്കുന്നു എന്നുമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ഇവർ ഗാസയിലെ ജനങ്ങൾക്കായി അവശ്യ വസ്തുക്കളും മരുന്നുകളുമായിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. കഴിഞ്ഞ ജൂണിലും ഇവർ ഇത്തരത്തിൽ ഗാസയിലേക്ക് പ്രവേശിക്കാൻ ശ്രമം നടത്തിയിരുന്നു. അന്ന് ഇസ്രായേൽ ഇവരെ തടയുകയും ഇവരെ പിടികൂടി അവരുടെ നാടുകളിലേക്ക് തന്നെ അയക്കുകയും ചെയ്തിരുന്നു. അന്ന് ഗ്രേറ്റ തുൻബർഗ് ഈ ഇസ്രായേൽ സൈന്യം പിടികൂടിയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ യാതൊരു തരത്തിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാതെ എത്രയും ആദ്യം കിട്ടിയ വിമാനത്തിൽ സ്വീഡനിലേക്ക് പോയത് വലിയ തോതിലുള്ള വിമർശനം അന്ന് വരുത്തി വച്ചിരുന്നു. ഇവർ ഇത് വെറും നാടകം നടത്തുകയാണെന്നും ഹമാസ് പ്രേമികളായ ഈ ഒരു പരിസ്ഥിതി പ്രവർത്തകർ, അതായത് ഫ്ലോട്ടില എന്ന ഈ ഒരു പരിസ്ഥിതി സംഘടനയും അതിൻ്റെ അണികളുമൊക്കെ തന്നെ ഇവർ ഹമാസിനെയും അതുപോലുള്ള തീവ്രവാദ സംഘടനയെ അനുകൂലിക്കുന്നവരാണെന്നും ഭീകരർക്ക് കൂട്ടുനിൽക്കുന്നവരാണെന്നുമൊക്കെയാണ് ഇസ്രായേൽ ആരോപിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ആരാണ് ഇവരുടെ ഈ ബോട്ടിന് നേർക്ക് ആക്രമണം നടത്തിയെന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. ഇവർക്ക് ഭീകരബന്ധമുണ്ട് എന്ന് പലതവണ ഇസ്രായേൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ തന്നെയാണ് എന്ന സൂചനകളാണ് ഇവർ നൽകുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണം സംഘടന നടത്തിയിട്ടില്ല. ഫ്ലോട്ടിലയുടെ പ്രവർത്തകർ പറയുന്നത് തങ്ങളുടെ എല്ലാ ബോട്ടുകൾക്ക് മുകളിലും ചില ഡ്രോണുകൾ നിരന്തരമായി കാണപ്പെടുന്നു എന്നാണ്. ഇപ്പോൾ ഈ ആക്രമണം നടന്ന ബോട്ടിലുണ്ടായിരുന്നവർ പറയുന്നത് തങ്ങളുടെ ബോട്ടിന് മുകളിലും ഒരു ഡ്രോൺ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടുവെന്നും അതിൽ നിന്ന് ബോംബ് താഴേക്ക് ബോട്ടിലേക്ക് കൃത്യമായി പതിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ്. മാത്രമല്ല, തങ്ങളുടെ ചില ബോട്ടുകൾക്ക് നേരെ ഇത്തരം ഡ്രോണുകളിൽ നിന്ന് ചില ദ്രാവകങ്ങൾ, അവ എന്താണെന്ന് തങ്ങൾക്ക് ഇനിയും വ്യക്തമായിട്ടില്ല എന്നും അവ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് ഇസ്രായേൽ തങ്ങൾക്ക് നേർക്ക് നടത്തുന്നത് എന്നും, എന്നാൽ തങ്ങൾ എല്ലാ കാലത്തും ഗാസയിലെ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം നിൽക്കും എന്നുമാണ് ഈ സംഘടന അവകാശപ്പെടുന്നത്. എന്നാൽ ഇസ്രായേൽ ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു, ഇവർക്ക് തീവ്രവാദ സംഘടനകളുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരൊരു തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരാണ് എന്ന രീതിയിലാണ് ഇസ്രായേൽ ഇവരെ നോക്കിക്കാണുന്നത്. പോർച്ചുഗീസ് പതാക വഹിക്കുന്ന ഒരു ബോട്ടിലാണ് ഇവർ സഞ്ചരിച്ചിരുന്നത്. ഫ്ലോട്ടിലയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളെല്ലാം തന്നെ ഈ ബോട്ടിൽ ഗ്രേറ്റയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മറ്റ് തുറമുഖങ്ങളിലേക്ക് ഇവർ അടുക്കുമ്പോൾ അവിടെ നിന്ന് കൂടുതൽ ബോട്ടുകൾ അവിടെ ഇവർക്കൊപ്പം സഞ്ചരിക്കുമെന്നും നിരവധി പരിസ്ഥിതി പ്രവർത്തകർ അങ്ങനെ വലിയ സംഘമായി തന്നെ ഗാസയിലേക്ക് എത്തി അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സഹായം നൽകുമെന്നൊക്കെയാണ് ഗ്രേറ്റയും സംഘവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇവരുടെ സംഘടനയുടെ പ്രവർത്തനത്തെക്കുറിച്ച് നേരത്തെയും നിരവധി സംശയങ്ങൾ ഉയർന്നിരുന്നു. പലപ്പോഴും വെറും നാടകമാണ് ഇവർ നടത്തുന്നത് എന്നുള്ള ആരോപണമാണ് ഉയർന്നിരുന്നത്. ഒരു വിഷയത്തിലും ഗൗരവതരമായി എടുക്കാതെ വെറുതെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോ നാടകങ്ങളാണ് ഇവർ നടത്തുന്നതെന്ന് തന്നെയാണ് ഇസ്രായേൽ ആരോപിച്ചിരിക്കുന്നത്. സ്വീഡനിൽ പോലും ഇവർക്ക് വേണ്ടത്ര അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇറ്റലിയിലെയും ടുണീഷ്യയിലെയും നിരവധി പ്രവർത്തകർ തങ്ങൾക്കൊപ്പം ചേരും എന്നാണ് ഇപ്പോൾ ഫ്ലോട്ടിലയുടെ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. ഈ ആക്രമണം കൊണ്ട് തങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല എന്നും തങ്ങൾക്ക് ആർക്കും തന്നെ ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടില്ല എന്നുമാണ് ഫ്ലോട്ടിലയുടെ പ്രവർത്തകർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്.